ശബരിമലയിലെ വ്യാജ നെയ് ക്രമക്കേടിൽ ദേവസ്വം വിജിലൻസ് അന്വേഷണം കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്ക്. ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പുറമെ മിൽമയിൽ നിന്ന് കരാറെടുത്ത ജീവനക്കാരെയും ഉടൻ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് ദേവസ്വം വിജിലൻസ്. നാളെ ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യും. ശബരിമലയിലെ വ്യാജ നെയ് ക്രമക്കേട് കേസിൽ അന്വേഷണം കൂടുതൽ ഉദ്യോഗസ്ഥരിലേക്കും ജീവനക്കാരിലേക്കും വ്യാപിപ്പിച്ച് ദേവസ്വം വിജിലൻസ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്തതിനു പിന്നാലെ ശബരിമലയിൽ ജോലി ചെയ്ത മിൽമയുടെ കരാർ ജീവനക്കാർക്കും ഉടൻ നോട്ടീസ് നൽകാനാണ് തീരുമാനം. നെയ് ശേഖരിച്ചതും സൂക്ഷിച്ചതും പരിശോധിച്ചതും വിതരണം ചെയ്തതും ഉൾപ്പെടെയുള്ള എല്ലാ ഘട്ടങ്ങളിലെയും വിവരങ്ങളാണ് ഇവരിൽ നിന്ന് തേടുക. വ്യാജ നെയ് എങ്ങനെ വിതരണ ശൃംഖലയിലേക്ക് കടന്നു എന്നതും പരിശോധന സംവിധാനത്തിൽ എവിടെയാണ് വീഴ്ച സംഭവിച്ചത് എന്നതും കണ്ടെത്തുകയാണ് അന്വേഷണത്തിന്റെ പ്രധാന ലക്ഷ്യം. നെയ്യിന്റെ ഗുണനിലവാരം ഉറപ്പാക്കേണ്ട ചുമതല നിർവഹിച്ച ഉദ്യോഗസ്ഥരുടെ നടപടികളും കരാർ ജീവനക്കാരുടെ പങ്കും വിശദമായി പരിശോധിക്കാനാണ് വിജിലൻസിന്റെ നീക്കം. ശേഖരിച്ച രേഖകളും മൊഴികളും തമ്മിൽ താരതമ്യം ചെയ്ത ശേഷമാകും തുടർ നടപടികൾ. അതേസമയം വ്യാജ നെയ് ക്രമക്കേട് നാളെ ചേരുന്ന ദേവസ്വം ബോർഡ് യോഗത്തിലും പ്രധാന ചർച്ചയാകും. അന്വേഷണ പുരോഗതി, ഇതുവരെ സ്വീകരിച്ച നടപടികൾ, ഭാവിയിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ എന്നിവ യോഗം വിശദമായി വിലയിരുത്തും. ശബരിമലയുമായി ബന്ധപ്പെട്ട വിശ്വാസ്യതയെ ബാധിച്ച സംഭവമായതിനാൽ സമഗ്ര അന്വേഷണം ഉറപ്പാക്കാനാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. ജനം, തിരുവനന്തപുരം.